നമസ്കാരം. നാഷണൽ അവാർഡ് പ്രഖ്യാപിച്ചു. നമുക്ക് ഒരുപാട് ആളുകളെ ക്ഷണിച്ചുകൊണ്ടും ഒരുപാട് ആളുകളെ സന്തോഷിപ്പിച്ചുകൊണ്ടും അതിന്റെ പ്രഖ്യാപനം എന്ന് തോന്നി. നാഷണൽ അവാർഡിന് ഒരു അജണ്ട ഉണ്ടെന്ന് എനിക്ക് തോന്നി. സുരേഷ് ഭായ് പറയും. എന്താ പറയുക, നിങ്ങളാണ് ഈ ഇരിക്കുന്ന രണ്ടുപേര് ബുദ്ധിജീവിയും ഞാൻ അങ്ങനെ ഒരു ബുദ്ധിജീവി അല്ലാത്ത ആളായതുകൊണ്ട് എനിക്ക് നാഷണൽ അവാർഡിനെ കുറിച്ച് അങ്ങനെ വലിയ പരാതികളൊന്നുമില്ല. കാരണം ഞാൻ ഹാപ്പിയാണ്. പിന്നെ ഞാൻ കാണാത്ത കുറെ സിനിമയ്ക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യം തന്നെ പറയാം, കേരള സ്റ്റോറി പടം ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് പറഞ്ഞ് എന്നെ ഊക്കാൻ നിൽക്കണ്ട. ഐ ഡോണ്ട് നോ. പിന്നെ ഷാറൂഖ് ഖാനെ കുറിച്ചാണ് ഈ ഇരിക്കുന്ന ബുദ്ധിജീവികൾക്ക് ഞാൻ പറയും, ഷാറൂഖ് ഖാനെ കിട്ടിയത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പം നിങ്ങൾ ചോദിക്കും പൃഥ്വിരാജിന് കിട്ടിയത്, അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. അത്ര ഞാൻ പറയുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ തുടങ്ങിക്കോളൂ, നിങ്ങളുടെ പരാതികൾ നിങ്ങൾ പറഞ്ഞോളൂ. അല്ല, പൃഥ്വിരാജ് കിട്ടാതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വിഷമിക്കാനായിട്ട് നമ്മുടെ അമ്മയുടെ പോകുന്നില്ല. പക്ഷേ ആടുജീവിതം സിനിമയ്ക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടണമായിരുന്നു എന്നുള്ളത് ഉണ്ട്. കാരണം അതിന്റെ ടെക്നിക്കൽ സൈഡും അതിന്റെ കുറെ കാര്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. എന്ന് വെച്ച് പൃഥ്വിരാജ് ഷാറൂഖ് ഖാനെക്കാട്ടും ഗംഭീരമായെന്നോ അല്ലെങ്കിൽ ഷാറൂഖ് ഖാൻ പൃഥ്വിരാജിനെക്കാട്ടും ഗംഭീരമായെന്നോ ഞാൻ പറയില്ല. രണ്ടും രണ്ട് തരത്തിലുള്ള അഭിനയമാണ്. അവിടെ ഇരിക്കുന്ന ജൂറിക്ക് ഇഷ്ടപ്പെട്ടത് ഷാറൂഖ് ഖാന്റെ അഭിനയമാണ്. അതുകൊണ്ട് ഷാറൂഖ് ഖാൻ പിന്നെ അല്ലാതെ അല്ലല്ല പറയട്ടെ, തെരഞ്ഞെടുക്കുന്ന ജൂറിക്ക് ഇഷ്ടപ്പെടുന്നതല്ലാതെ ഇവിടെ ഇരിക്കുന്ന ജോവാക്കർക്കും എനിക്കും ഇവിടെ സൂരജ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അജണ്ട എന്ന് പറയുന്നത് നമ്മൾ പടത്തിന്റെ ഒരു അപ്പോ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന കമലഹാസനും മോഹൻലാലിനും നമ്മുടെ ആദാമന്റെ മകൻ അബുവിനും സലീം കുമാറിനും സുരാജ് വെഞ്ഞാരമൂടിനും കഴിഞ്ഞ മുമ്പത്തെ വർഷം ആട്ടം സിനിമയ്ക്കും ഒക്കെ കിട്ടിയത് എല്ലാം അജണ്ടയാണോ? അല്ല, അങ്ങനെയാണെങ്കിൽ നമ്മുടെ പി ജെ ആന്റണി മുതൽ പറയട്ടെ, പി ജെ ആന്റണി മുതൽ എടുത്ത എല്ലാവർക്കും അജണ്ടയാണ്. ഇതിന് ശരിക്കും എന്താ പ്രശ്നം? എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ ശരിക്കും പറഞ്ഞ ഇതിലൊരു വിഷയമാണ്. ഇതിനൊരു ക്ലാരിറ്റി കിട്ടട്ടെ. നാഷണൽ അവാർഡും അല്ലെങ്കിൽ സ്റ്റേറ്റ് അവാർഡൊക്കെ അജണ്ടയാണെങ്കിൽ ഈ പറയുന്ന പി ജെ ആന്റണി മുതൽ അല്ലെങ്കിൽ പ്രേംജി മുതലുള്ള എല്ലാം അജണ്ടയാണെന്നാണോ? അങ്ങനെയാണെങ്കിൽ എല്ലാ അജണ്ടയാണോ? അതായത് നമുക്ക് വ്യക്തിപരമായിട്ടുള്ള ദേഷ്യമോ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് അവാർഡ് കിട്ടുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് വ്യക്തിപരമായിട്ട് താല്പര്യമുള്ളവർക്ക് അവാർഡ് കിട്ടാതിരിക്കുമ്പോൾ മാത്രം അജണ്ടയാവുകയും നമുക്ക് താല്പര്യമുള്ള എല്ലാവർക്കും അവാർഡ് കിട്ടുമ്പോൾ അത് അജണ്ട അല്ലാതിരിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അത്രേ ഉള്ളൂ. എല്ലാവർക്കും അവാർഡ് കിട്ടി. ജവാൻ എന്ന സിനിമ ഞാൻ കണ്ടതാണ്. ആടുജീവിതം എന്ന സിനിമയും ഞാൻ കണ്ടതാണ്. രണ്ട് സിനിമയുടെയും പ്രമേയവും അതെന്താണ് പറയുന്നത് എന്നുള്ള കാര്യങ്ങളും എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയുന്നതാണ്. ശരിക്കും പറഞ്ഞു കഴിയുമ്പോൾ താങ്കൾ പറഞ്ഞു വരുമ്പോ ആദാമിന്റെ മകൻ അബു ഏത് വർഷത്തിലാണ് ഞാൻ പറഞ്ഞത്? നിങ്ങൾ നാഷണൽ അവാർഡ് അജണ്ടയാണെന്ന് പറഞ്ഞതിന് കാരണമുണ്ട്. ആദാമിന്റെ മകൻ അബു എന്താണ് കിട്ടിയത്? ഏത് വർഷം? ഞാൻ അബുവിനെ മാത്രമല്ലല്ലോ, ഞാൻ 73 മുതൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷമുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഞാൻ പറഞ്ഞ പെട്ടെന്ന് എന്റെ മനസ്സിൽ വന്ന കുറച്ച് പേരുകളാണ്. ഈ പേരുകളെല്ലാം അജണ്ടയാണോ? നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് നിങ്ങൾക്ക് പറയേണ്ടത് BJP ഭരണത്തിൽ വന്ന ശേഷം അജണ്ടയാണ്. അതാണല്ലോ നിങ്ങൾക്ക് പറഞ്ഞ്. എനിക്ക് ഇഷ്ടപ്പെടാനൊന്നുമില്ല. ഞാൻ BJP കാരനൊന്നുമല്ല. നിങ്ങൾ BJP വിരുദ്ധരാണ്. അതുകൊണ്ടായിരിക്കും നിങ്ങൾ പറയുന്നത്. അതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് അത് വരുത്തി തീർക്കേണ്ടത് അതാണല്ലോ. നിങ്ങൾക്ക് ഇനിയിപ്പോ നാളെ സ്റ്റേറ്റ് അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാരെ കിട്ടിയാൽ നിങ്ങൾ പിണറായി വിരുദ്ധനാവും. അല്ല, സ്റ്റേറ്റ് അവാർഡ് ഇനിയിപ്പോ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ആൾക്കാർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അത് പിണറായി വിരുദ്ധനാവും. നമ്മൾക്ക് താല്പര്യമില്ലാത്തവരല്ല, അർഹതയില്ലാത്ത ഒരാൾക്ക് കിട്ടിയതാണ്. നിങ്ങൾക്ക് ഏത് അർത്ഥത്തിലാണ് ഷാറൂഖ് ഖാന് അർഹതയില്ലെന്ന് നിങ്ങൾക്ക്? ഞാൻ പറയട്ടെ, അല്ലല്ല, ഞാൻ ഒറ്റ കാര്യം അല്ലല്ല, ഒരു മിനിറ്റ്, ഇതിന്റെ ഒരു ഉദാഹരണം പറയാം. അനു മേനോൻ ഒരു 2 വർഷം മുമ്പത്തെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ ഒരു കാര്യമാണ് എനിക്ക് പറയാം. മിന്നൽ മുരളി സിനിമ ഇറങ്ങിയപ്പോ എല്ലാവരും നമ്മുടെ ആ വ്യക്തിയുടെ പേരെന്താ, തമിഴ്നാടൻ, അതിലെ നെഗറ്റീവ് റോൾ ചെയ്ത ഗുരു സോമസുന്ദരത്തിന് ഗംഭീരമാണെന്ന് പറഞ്ഞു. ടൊവിനോനെ കുറിച്ചല്ല ചർച്ച ചെയ്തത്. ഇയാള് അനു മേനോൻ പറഞ്ഞൊരു കാര്യമുണ്ട്, കണ്ണുകൾ നനയുകയും അല്ലെങ്കിൽ ഇമോഷൻ കാണിക്കുകയും മാത്രമല്ല അഭിനയം, മാസ് ചെയ്യുകയും തിയേറ്റർ വന്ന ഇളകി ആളുകളെ കൈയടിപ്പിക്കുകയും ചെയ്യുന്നതും അഭിനയമാണ്. അതും ആക്ടിംഗ് ആണ്, അതും പെർഫോമർ ആണ്. അപ്പൊ എന്തുകൊണ്ടാണ് വിജയ്ക്ക് ഇത്ര നാളായിട്ട് നാഷണൽ അവാർഡ് കിട്ടാണ്ടിരുന്നത്? അങ്ങനെ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ഒരു വിഷമിക്കുന്നല്ല, പുഷ്പയെ കുറിച്ച് പറഞ്ഞതല്ല. എല്ലാത്തിനും അഭിനയത്തിനൊക്കെ കൊടുക്കണമെങ്കിൽ ഏറ്റവും കൂടുതൽ അർഹനായിട്ടുള്ള വിജയാണ്. തീർച്ചയായിട്ടും കറക്റ്റാണ്. വിജയ്ക്ക് കിട്ടണമായിരുന്നു തന്നെയാണ് ഞാൻ പറയുന്നത്. എപ്പോഴും കിട്ടിയിട്ടില്ല. അല്ലാതെ പറഞ്ഞു ഞാൻ ഇദ്ദേഹത്തെ പോലത്തെ ഒരു ബുദ്ധിജീവി അല്ലാത്തതുകൊണ്ട് ഞാനൊരു സാധാരണ പ്രേക്ഷകനായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അല്ലാതെ അത്രേ ഉള്ളൂ. അല്ല, നിങ്ങളുടെ വർത്തമാനം കേട്ടപ്പോ എനിക്ക് അങ്ങനെ തോന്നിയതാണ്. പറയണ്ടല്ലോ. അല്ല, അതായത് ഇവിടെ അല്ല ഞാൻ പ്രത്യേകിച്ച് ഇവിടുത്തെ ഒരു മൈനോറിറ്റി അല്ലെങ്കിൽ സോഷ്യൽ
സോഷ്യൽ മീഡിയയിലെ ഒരു മൈനോറിറ്റി ഉണ്ട് ബുദ്ധിജീവിത്തരം പറയുകയും എല്ലാ ഒരാളെ വായിൽ നിന്നൊരു കാര്യം സംസാരിക്കാതെ പോലെ മറ്റുള്ള മൈൻഡ് റീഡ് ചെയ്യാൻ കഴിയുന്ന താങ്കളൊക്കെ ഞങ്ങൾ എന്താ പറയുന്നത്? പറഞ്ഞോളൂ. അല്ല, അദ്ദേഹത്തിന് എന്തോ പറയാനുണ്ട്, അദ്ദേഹം പറയട്ടെ. ഇയാളെ പറഞ്ഞ കാര്യം പറഞ്ഞു തീർക്കട്ടെ. ഞങ്ങളൊരു വാക്ക് പോലും പറയാണ്ട് ഞങ്ങൾ ബുദ്ധിജീവിയാണെന്ന് താങ്കൾ അമർത്തിക്കുകയും BJP എതിരാണെന്ന് പറയുകയും താങ്കൾ ചെയ്തത് ഞങ്ങൾ തോരണം പറ്റിത്തീർക്കുന്നത് താങ്കൾ പറയാൻ ആ താങ്കളോട് എനിക്കൊന്നും പറയാനില്ല. എന്നാ എന്നോട് പറയണ്ട, ആ ക്യാമറ നോക്കി പറയാലോ, പ്രേക്ഷകരോട് പറയാനല്ലോ വന്നിരിക്കുന്നത്, എന്നോട് പറയാനല്ലോ. ഈ പറയുന്ന സിനിമകളിൽ അതുപോലെ തന്നെ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമകൾ, ആ സിനിമ ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അതിനെ കുറിച്ച് ഒന്നും പറയാനില്ല. ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മൾ ഇന്നത്തെ ഒരു ഇതൊന്നിരിക്കുന്ന സമയത്തൊക്കെ വരണം. എന്നാ ഞാൻ കണ്ടിട്ട് വരാം. അപ്പൊ അല്ല, ഇത് മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജിനായിരുന്നു ഏറ്റവും ഡിസർവ് ആയിട്ട് എനിക്ക് തോന്നിയത്. അത് ഇപ്പൊ ഞാൻ അല്ലാന്ന് പറഞ്ഞില്ലല്ലോ. അല്ല, നിങ്ങൾ ഷാറൂഖ് ഖാന് കിട്ടിയതിനെ നിങ്ങൾ പുച്ഛിച്ചപ്പോഴാണ് ഞാൻ അതിൽ പറഞ്ഞത്. അല്ലല്ല, പുച്ഛമുണ്ട്. ഈ പറഞ്ഞ കാര്യത്തിൽ താങ്കൾ ഞാൻ 100% യോജിക്കുന്നു. ഷാറൂഖ് ഖാന് കിട്ടിയതിൽ എനിക്ക് നല്ല പുച്ഛമുണ്ട്. ഓക്കെ, ഇനി താങ്കൾ പറയും. അല്ല, ഇപ്പൊ ഇത്ര വർഷമായിട്ട് നമുക്ക് കൊടുത്തുകൊണ്ടിരുന്നത് അഭിനയം, ഈ പറഞ്ഞ ചേട്ടൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഇതേപോലത്തെ ഒരു അഭിനയം ഉണ്ടെന്ന്. അതായത് എപ്പോഴും ഇമോഷൻസിന് അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനത്തിനാണ് പണ്ടും കൊടുത്തിട്ടുള്ളൂ. ഈ പറഞ്ഞ കളിയാട്ടമായാലും നമ്മുടെ മോഹൻലാലിന്റെ പടങ്ങളെല്ലായാലും അതിലൊരു ഇമോഷൻസ് ഉണ്ട്. ഈ പറയുന്നത് നമ്മുടെ ഏറ്റവും കൂടുതൽ അവാർഡ് കിട്ടി നമ്മുടെ അമിതാഭ് ബച്ചന് കൊടുത്തതിലും ഏറ്റവും കൂടുതൽ ഇമോഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ ആൾക്കാരിലേക്ക് ഒരു ഇമോഷൻ അല്ലെങ്കിൽ ഒരു അമിതാഭ് ബച്ചന് കിട്ടിയത് ഏത് പടം അറിയോ? എനിക്ക് അത് ജവാനെക്കാട്ടും മാസ് മസാല പടത്തിന് 1990 കിട്ടി. അന്ന് മത്സരിച്ചത് പെരുന്തച്ഛന് തിലകനായിരുന്നു. അന്ന് അതിന് പറഞ്ഞിരുന്നത് അന്ന് കോൺഗ്രസ് ഭരിച്ചിരുന്നോണ്ട് രാജീവ് ഗാന്ധിയുടെ സുഹൃത്തായ അമിതാഭ് ബച്ചന് കൊടുത്തു എന്നൊരു വിവാദം ഉണ്ടായിരുന്നു. അതും ഞാൻ അംഗീകരിക്കുന്നില്ല. അപ്പൊ ഞാൻ എന്താ കോൺഗ്രസ്സുകാരനാണ്? അന്ന് പണ്ടത്തെ കാലത്തൊക്കെ നാഷണൽ അവാർഡൊക്കെ കൊടുത്തോണ്ടിരുന്നത് മൊത്തം ഈ ലോബിക്കായിരുന്നു. ഐ മീൻ നോർത്ത് ഇന്ത്യൻ ലോബിക്കായിരുന്നു കൂടുതൽ കൊടുത്തോണ്ട്. ഡിസേർവിംഗ് ആയിട്ടുള്ള കമൽഹാസൻ ഉണ്ടായി, മമ്മൂട്ടി ഉണ്ടായി, മോഹൻലാൽ ഉണ്ടായി, നമ്മുടെ മുരളി ഉണ്ടായി, ഉൾപ്പെടെ നമ്മുടെ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ടായി. അന്ന് അവർക്കൊന്നും കൊടുക്കാതെ അന്ന് ഈ പറഞ്ഞ ആൾക്കാർ ഈ നോർത്ത് ഇന്ത്യൻ ലോബി കളികളായിരുന്നു അന്ന് നടന്നത്. ഇന്നും ഇതിപ്പോ മെയിൻ സംഭവം എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ പൃഥ്വിരാജ് എടുത്തില്ലായിരുന്നു. എന്തായാലും പൃഥ്വിരാജിനായിരുന്നു ഈ തവണത്തെ കിട്ടേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം പുള്ളി നല്ല രീതിയിൽ എഫേർട്ട് ഇട്ടിട്ടുണ്ട് ആ സിനിമയിൽ. അത് ഇത്ര വർഷം ഈ സിനിമയ്ക്ക് വേണ്ടി നടന്നു എന്നുള്ളതല്ല, പുള്ളിയുടെ പെർഫോമൻസ് ആയാലും പുള്ളിയുടെ ഡയലോഗ് ഡെലിവറീസ് ആയാലും പുള്ളി ഫിസിക്കൽസ് ആയാലും എല്ലാം അടിപൊളിയായിട്ടാണ് ആ ഒരു സിനിമയെ പുള്ളി ചെയ്തത്. പക്ഷെ പുള്ളി നല്ല ഡിസേർവ്ഡ് ആയിരുന്നു. കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ ഷാരൂഖ് ഖാനേക്കാളും ബെറ്റർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ആ ഒരു ആക്ടിങ്. അതായത് പർട്ടിക്കുലർ നോക്കുകയാണെങ്കിൽ ഈ ജവാൻ എന്ന് പറഞ്ഞ സിനിമ എന്ന് പറഞ്ഞാൽ അറ്റ്ലി 4 വിജയുടെ സിനിമ എടുത്തു വെച്ചാണ് ഒരു സിനിമയാണ് ആക്ച്വലി. അതായത് ആ ഒരു മാസമാണ്. പക്ഷെ ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ മാസ സിനിമയ്ക്ക് എന്തുകൊണ്ട് കൊടുത്തുകൂടാ? അല്ലെങ്കിൽ കഴിഞ്ഞ തവണ പുഷ്പയ്ക്ക് കൊടുത്തു, ആ സംഭവം ഓക്കെ. പക്ഷെ എന്നിരുന്നാൽ പോലും ഇത്രയും അഭിനയം, അതായത് ഫേസിലുള്ള കാര്യങ്ങളെല്ലാം മൈന്യൂട്ടായിട്ട് നമ്മൾ നോക്കൂല്ലോ. നാഷണൽ അവാർഡ് എന്ന് പറയുമ്പോൾ അതിനൊരു വാല്യൂ ഉണ്ട്. അത് അത്രയും മൈന്യൂട്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോക്കി കൊടുക്കുകയാണെങ്കിൽ പൃഥ്വിരാജിന് ഭയങ്കര ഡിസേർവിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഷാരൂഖ് ഖാന് ഡിസേർവിംഗ് അല്ലായിരുന്നു. ആ ഒരു കമ്പാരിറ്റീവ് നോക്കുകയാണെങ്കിൽ ഷാരൂഖ് ഖാൻ മോശമെന്നല്ല നമ്മൾ പറയണേ, കമ്പാരിറ്റീവ് നോക്കുമ്പോൾ ഒരുപടി മേഖലയിലായിരുന്നു ഈ പറയുന്ന പൃഥ്വിരാജിന്റെ പെർഫോമൻസ്. ഇവിടെ ഇയാൾ പറഞ്ഞ കാര്യം കറക്റ്റാണ്. നമ്മൾ ഏത് പറയുമ്പോൾ അതൊരു ഡാൻസും ഒരു അഭിനയത്തിന്റെ ഒരു ഭാഗമായിട്ട് വരും. ഇമോഷൻസ്, കോമഡി, അതല്ലെങ്കിൽ ആക്ഷൻ, ഇതെല്ലാം അതിന്റെ ഭാഗമായിട്ട് വരും എന്ന് തന്നെയാണ് ഇദ്ദേഹം പറയുന്നത്. അത് അദ്ദേഹം പറയുന്ന കാര്യങ്ങളാണ്. അത് അദ്ദേഹം ഇത്രനാളത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവും, പറയുന്ന കാര്യം ശരി തന്നെയാണ്. പക്ഷെ ഞാൻ പറയുന്നത് അതൊന്നുമല്ല. എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പല സിനിമകളും ഇറക്കാനുള്ള ബുദ്ധിമുട്ട്, അതായത് ഒരു സൈഡിൽ നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമകളെല്ലാം ഇറങ്ങുന്നു. അപ്പൊ സിനിമയെ സംബന്ധിച്ച് നോക്കുമ്പോൾ സെൻസർ ബോർഡിന്റെ പല പല കാര്യങ്ങൾ വെച്ച് നോക്കുന്ന സമയത്ത് മനസ്സിലായ ഒരു കാര്യം നോക്കുമ്പോൾ, പക്ഷെ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന എമ്പുരാൻ സിനിമ അവർ കണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ശരിക്കും പറഞ്ഞാൽ ചിന്തിച്ചു പറയേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ശരിക്കും ശ്രദ്ധിക്കണം. കാരണം സെൻസർ ബോർഡ് ഈ മാതിരി സിനിമകളൊക്കെ നോക്കുകയും എമ്പുരാൻ സിനിമ എന്തുകൊണ്ട് പ്രദർശനാനുമതി കൊടുത്തു എന്ന് നോക്കുമ്പോൾ അതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ട കാര്യമുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ പറയുന്ന അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല എന്നുള്ള കാര്യമാണ്. പക്ഷെ ഇമ്രാൻ സിനിമ ഇറക്കാൻ അനുമതി കൊടുത്തത് കൊണ്ടും ഈ പറയുന്ന പല സിനിമകളും പല പേരുകൾ പറഞ്ഞിട്ട് ബ്ലോക്ക് ചെയ്യുകയും പല സിനിമകൾക്ക് പ്രദർശനാനുമതി കൊടുക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന കുറച്ച് ചിന്തകളുണ്ട്. അത് വെച്ച് ഞാൻ നോക്കിയപ്പോഴാണ് എനിക്ക് തോന്നിയത് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പൊ ചിലപ്പോൾ ഈ പറയുന്ന ഇയാളെ പറയുന്ന കാര്യം കറക്റ്റ് ആയിരിക്കും. അത് എന്തുകൊണ്ട് ഷാരൂഖ് ഖാന് കൊടുത്തു, അങ്ങനെ ഷാരൂഖ് ഖാന് കൊടുക്കാതിരിക്കണമല്ലോ. ആ ഷാരൂഖ് ഖാന് കൊടുത്തു, പൃഥ്വിരാജിന്റെ പോരാന്ന് തോന്നി അവർ കൊടുത്തില്ല എന്ന് പറയുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് വരും. പക്ഷെ എന്റെ മനസ്സിലുള്ള ഇത്രയും ദിവസം സിനിമകൾ ഇറങ്ങിയിട്ടില്ല, പല പല കാര്യങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം,
ഇതിലൊരു അജണ്ട വല്ലപോലെ എനിക്ക് തോന്നി. കാരണം ഇപ്പോൾ ഉർവശി ആയാലും അതുപോലെ തന്നെ നമ്മൾ കേരള സ്റ്റോറി എന്നൊരു സിനിമയ്ക്ക് അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഖേദകരമായിട്ട് എനിക്ക് തോന്നി. കാരണം കേരള സ്റ്റോറി ആയിട്ടുള്ള ഞാൻ കുറച്ച് കണ്ടാണ് അതിൽ മാരകമായിട്ടുള്ള ഒരു കാര്യങ്ങളും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സമൂഹത്തിലെ കുറച്ച് സംഭവം മാനിപ്പുലേറ്റ് ചെയ്ത് കൊടുക്കുന്ന പെൺകുട്ടികളെ കൊണ്ടുപോകുന്നു, അങ്ങനെ കുറച്ച് കാര്യങ്ങളും അവർ വരുന്നത് ട്രാഫിക് കുറച്ച് സംഭവങ്ങളൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു സംഭവത്തിൽ കൊടുക്കുമ്പോൾ കൂടുതലും ആ ഒരു വെച്ച് നമ്മൾ ജഡ്ജ് ചെയ്തിട്ടാണ് പറയുന്നത്. പക്ഷെ പൃഥ്വിരാജ് നടന്ന എഫേർട്ടും അദ്ദേഹം ചെയ്തേക്കുന്നത് വെച്ചാൽ കുറെ സാധനങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് പൃഥ്വിരാജിന് കൊടുക്കണമെന്ന് തോന്നിയിട്ടുണ്ടാവും. പക്ഷെ വേറെ ആളെ സൈഡിൽ നോക്കുമ്പോൾ അത് വലിയ കാര്യമല്ല എന്ന് തോന്നിക്കാണും. അപ്പോഴാണ് എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നിയത് ഷാറുഖ് ഖാൻ അതിൽ കാണിച്ചിരിക്കുന്നത് മിക്ക സിനിമകളിലും നമ്മൾ കണ്ടിരിക്കുന്ന സാധനങ്ങൾ തന്നെയാണ്. ഡയലോഗ്സ് തുണിയിട്ടിയോ വെറൈറ്റി ഒന്നും, പിന്നെ ജവാനാണ്, ഡബിൾ റോള് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൂ. അത് ഷാറുഖ് മിക്ക സിനിമകളും ചെയ്യുന്നതാണ്. സെയിം അതേ പാറ്റേണിൽ നിന്ന് മാറി ഷാറുഖ് ഖാൻ അതിലൊന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നി. പക്ഷെ പൃഥ്വിരാജിനെ സംബന്ധിച്ച് ആ വേഷത്തിൽ നിന്ന് മാറി സ്ഥിരം ചെയ്യുന്ന പാറ്റേണിൽ നിന്ന് മാറി അദ്ദേഹം വേറെ രീതിയിൽ ചെയ്തു. അപ്പോഴാണ് എനിക്ക് അതിൽ കൊടുക്കാതിരുന്നതിൽ ഒരു വിഷമം തോന്നിയത്. ഷാറുഖ് അതിന് പുതുമയായിട്ട് എന്താണ് ചെയ്തതെന്നുള്ള കാര്യം എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഒരു കാര്യം ഞാൻ യോജിക്കുന്നത്, ഷാറൂഖ് ഖാന് ഡിസേർവ് ചെയ്തിരുന്ന ഒരു സമയങ്ങളിലുണ്ടായിരുന്നു. അത് സ്വദേശ് ആയിക്കോട്ടെ, ചാത്ത് ഇന്ത്യ ആയിക്കോട്ടെ, മൈ നെയിം ഇസ് ഖാൻ ആയിക്കോട്ടെ, അന്നൊന്നും കിട്ടാതെയാണ് ഈ സമയത്ത്. പിന്നെ ഇതിന്റെ ഒരു കോമഡി ആയിട്ട് എടുത്തൊരു ട്രോള് കണ്ടിരുന്നു, അതും ഇതിന്റെ കൂടെ പറയാം. അതായത് 2004 സ്വദേശ്, എന്റെ ഓർമ്മ ശരിയാണ്, ഈ 3-4 കാലഘട്ടങ്ങൾ. അന്ന് ഷാറൂഖ് ഖാന്റെ ഒപ്പം മത്സരിച്ചിട്ട് അന്നത്തെ ഷാറൂഖ് ഖാന്റെ പെർഫോമൻസിനെ വെല്ലുന്ന പെർഫോമൻസ് ഒന്നും അല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു നടന് അന്ന് കൊടുത്തു. അത് ഹം തും എന്ന് പറയുന്ന സിനിമയ്ക്ക്, സെയ്ഫ് അലി ഖാന്റെ. അന്ന് പറയുന്നത് കേട്ടത് സെയ്ഫ് അലി ഖാന്റെ അമ്മ അവരുടെ ഹോൾഡ് വെച്ചിട്ട്, എനിക്കോട് അവര് ജൂറിയിലോ എന്തോ അവരൊരു ഹോൾഡ് വെച്ചിട്ടാണ് അന്നത് കിട്ടിയത് എന്നാണ് അന്ന് പറഞ്ഞത്. അന്ന് എനിക്ക് തോന്നുന്നു ഏതോ ഒരു പ്രമുഖ സംവിധായകൻ ഒരു കോമാളിക്കാണ് അവാർഡ് കിട്ടിയെന്ന് വരാമെന്ന് പറഞ്ഞു. ഓക്കെ, അന്ന് സ്വദേശ് വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും 2004-03 ആണെന്നാണ് എന്റെ ഓർമ്മ. അത് കഴിഞ്ഞിട്ട് അന്ന് ആ സ്വദേശിന്റെ സംവിധായകനാണ് ഇപ്പോഴത്തെ ഈ ഷാറൂഖ് ഖാൻ അവാർഡ് കൊടുത്ത ജൂറി. അപ്പൊ അദ്ദേഹം അന്നത്തെ പ്രതികാരം ഇന്ന് തീർത്തു എന്ന് തമാശ രൂപേണ പറഞ്ഞത്. അന്ന് ഷാറൂഖ് ഖാന് കൊടുക്കാൻ പറ്റിയില്ല, അദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് കിട്ടേണ്ടതായിരുന്നു, പക്ഷെ ഹം തുമ്മിനാണ് കിട്ടിയത്. ആ പ്രതികാരം തീർത്തു എന്നാണ് പറഞ്ഞത്. നമ്മൾ ഈ പോകട്ടെ, ഇനി മറ്റു കാര്യങ്ങൾ, കിട്ടിയ കാര്യങ്ങളിൽ വിജയരാഘവൻ, ഉർവശി, എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് ബെസ്റ്റ് ആക്ടർ വിജയരാഘവനും ബെസ്റ്റ് ആക്ടർ ഉർവശിക്കും കൊടുക്കണമായിരുന്നു. അത് കാരണം ഈ ഷാറൂഖ് ഖാനെയും മറ്റേ വിജയരാഘവന് വെച്ച് നോക്കുമ്പോൾ, പൃഥ്വിരാജ് അല്ല ഞാൻ പറഞ്ഞ, വിജയരാഘവന് വെച്ച് നോക്കുമ്പോൾ ഒരു ഏജ് വൈസും വിജയരാഘവൻ ആ ഒരു ക്യാരക്ടറിനെ ഹോൾഡ് ചെയ്തതും വെച്ച് നോക്കുമ്പോൾ എനിക്ക് വിജയരാഘവന്, പിന്നെ ഓഫ് കോഴ്സ് ഉർവശിയുടെ ബെസ്റ്റ് ആക്ട്രസ് കൊടുക്കണമായിരുന്നു എന്നുള്ളത് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഉള്ളൊഴുക്കിന് കുറച്ചും കൂടി അവാർഡ്സ് കൊടുക്കാമായിരുന്നു എന്ന് എനിക്കൊണ്ട്. ബെസ്റ്റ് മലയാളം സിനിമയായിരുന്നു തോന്നുന്നു ഉള്ളൊഴുക്ക്. പക്ഷെ ഉള്ളൊഴുക്കിന്റെ ഈ പറയുന്ന പോലെ ഇപ്പൊ കേരള സ്റ്റോറി ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ അതിന്റെ ട്രെയിലർ കണ്ടു നോക്കുമ്പോൾ എന്തായാലും ഉറപ്പാണ് ഉള്ളൊഴുക്കാണ് ക്യാമറയിൽ കേരള സ്റ്റോറിയെക്കാട്ടും ബെസ്റ്റ്. ഡയറക്ഷൻ സൈഡ് എന്തായാലും ഉള്ളൊഴുക്ക് തന്നെയായിരിക്കും. അപ്പോൾ കേരള സ്റ്റോറിയുടെ ട്രെയിലർ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷെ അത് വെച്ച് ഞാൻ പറഞ്ഞു, ടെക്നിക്കൽ വൈസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഉള്ളൊഴുക്ക് തന്നെയാണ്. ബ്രില്യൻ സിനിമ തന്നെയായിരുന്നു ഉള്ളൊഴുക്ക്. അതിന് കുറച്ചും കൂടി അവാർഡ്സ് കൊടുക്കായിരുന്നു. അതില് ആകെ ഇഷ്ടപ്പെട്ടത് ഉള്ളൊഴുക്കുന്ന സിനിമ, അതിലെനിക്ക് ആകെ ഇഷ്ടപ്പെട്ടത് ഉർവശി എന്നുള്ള നടിയുടെ പെർഫോമൻസ് മാത്രമാണ്. ഇദ്ദേഹത്തിന് അത്ര ഇഷ്ടപ്പെടാത്തൊരു സിനിമയാണ് പാർവതിയുടെ ഇതൊക്കെ ഓക്കെ, പക്ഷെ പെർഫോമൻസ് ബേസ് എന്ന സംഭവം എന്ന് വെച്ചാൽ ഈ ഉള്ളൊഴുക്ക് സിനിമ കാണുമ്പോൾ എനിക്ക് ഉണ്ടായൊരു ഫീലാണ്, ഒരു മഴ, ഒരു സിറ്റുവേഷൻസ് അങ്ങോട്ട് മേക്ക് ചെയ്യുകയും അതിന് വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടാക്കിയ ഒരു കഥയായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഫീൽ ചെയ്തപ്പോൾ പൊതുവെ ഈ ഉള്ളൊഴുക്കുന്ന സിനിമ കണ്ടപ്പോൾ നമ്മൾ കണ്ട കാര്യങ്ങൾ ഇല്ലെന്ന് പറയുന്നില്ല. കാരണം അത് അങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുകയും ആ ഒരു കഥ പറയുമ്പോൾ ഉർവശി എന്നുള്ള നടി നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിന് എന്താ പറയാ, അതിലൊട്ടും കോട്ടം വരാതെ നമ്മളുടെ പാർവതി ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ ബാക്കിയുള്ള സിറ്റുവേഷൻസിൽ മഴ, പല പല കാര്യങ്ങൾ, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്കത് മേക്ക് ചെയ്തത് പോലെ തോന്നും. കാരണം സിനിമ കണ്ടല്ലേ, അപ്പൊ എനിക്ക് ആ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് അങ്ങനത്തെ ഒരു സംഭവമാണ് എന്നുള്ളത്. അങ്ങനെ ഒരു സ്ഥലങ്ങൾ ഉണ്ടാവുമായിരിക്കാം, ചിലപ്പോ ഈ ആലപ്പുഴയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഭാഗങ്ങളിൽ നല്ല മഴയുള്ള സ്ഥലങ്ങൾ ഉണ്ടാവുമായിരിക്കാം. പക്ഷെ എന്നാൽ പോലും വെള്ളം കയറി കിടക്കുന്ന സ്ഥലമായിരിക്കാം ഒക്കെ. പക്ഷെ എനിക്കത് ഫീൽ ചെയ്തു. പക്ഷെ എനിക്കതിനായി ഇഷ്ടപ്പെട്ടത് ഈ പറയുന്ന ഉർവശിയുടെ അഭിനയവും അതുപോലെ പാർവതി അതിനെ ഒട്ടും കുറച്ചില്ല. ഇങ്ങോട്ട് വരുന്ന അതേ സംഭവം തന്നെ ചെയ്ത്
ആ ഒരു കോംബോ അടിപൊളിയാക്കി. അത് മാത്രമാണ് എനിക്ക് ആ സിനിമയിൽ ഇഷ്ടപ്പെട്ടത്. അപ്പൊ അതില് ഉർവശിക്ക് കിട്ടുന്നതായിരുന്നു എനിക്ക് അന്ന് തന്നെ തോന്നിയിരുന്നു വെച്ചു. കാരണം നമ്മൾ ആ സിനിമ 2 പ്രാവശ്യം കണ്ടുവന്നു. കാരണം ഒന്ന് പ്രിവ്യൂ ഉണ്ടായിരുന്നു, അതിനുശേഷം നമുക്ക് തിയേറ്റർ വിസിറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അതിന് വേണ്ടി പോകുന്നുണ്ടായിരുന്നു. അപ്പൊ അപ്പോഴും ഞാൻ സിനിമ കണ്ടതാണ്. അതുകൊണ്ട് ഉള്ളവർക്ക് ഓക്കെ. അതുപോലെ പൂക്കാലത്തിന്റെ എഡിറ്റർക്ക് കിട്ടി, അതും പറയേണ്ടതാണ്. എക്സ്പെക്ട് ചെയ്യാത്ത ഒരു അവാർഡായിരുന്നു പൂക്കാലം സിനിമ എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ഒരുപാട് ഈ പറയുന്ന അദ്ദേഹം അത്രയും കാരണം വിജയരാഘവന്റെ ആക്ടർ അത് ഏത് റോളും ഇപ്പൊ നമ്മള് കിഷ്കിന്ദകാന്ഡം എന്നൊരു സിനിമ കണ്ടിരുന്നു. കിഷ്കിന്ദകാന്ഡം കണ്ടു കഴിഞ്ഞപ്പോ എനിക്കത് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇത് തോന്നി. അതായത് അതിൽ കൊടുക്കുക, അതിൽ അവാർഡ് കൊടുക്കുന്നു. പക്ഷെ എനിക്കതിൽ ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്ത് എന്റെ എനിക്ക് ഫീൽ ചെയ്തത് ആസിഫ് അലീനെയാണ്. കാരണം അച്ഛന് അസുഖമാണെന്ന് അത് ഇവനറിയാം. അതുപോലെ തന്നെ ഈ കുട്ടി അത് എങ്ങനെ മരിച്ചത് എല്ലാ കാര്യങ്ങളും അറിയാം. അത് ഇവളോട് പറയാതിരിക്കണം. മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഡ്രാമയായിരിക്കണം. ഇതെല്ലാം അറിഞ്ഞും ഇതെല്ലാം കേട്ടും ആസിഫ് അലി ഈ പറയുന്ന കിഷ്കിന്ദകാന്ഡം സിനിമ നെഞ്ചിലേക്ക് നടക്കേണ്ടി വന്നു. അപ്പോ ഈ അതില് പക്ഷേ ഈ അപ്പൻ ഒരു ഓർമ്മക്കുറവായിട്ട് വിജയരാഘവൻ നടക്കുന്നുണ്ട്. ആ സാധനം നമുക്ക് കാരണം അതുപോലെ പൂക്കാലത്തിലൊരു സാധനം, അതുപോലെ തന്നെ വേറെ ഒരു പടങ്ങൾ, ഈ പടങ്ങളിലൊക്കെ വിജയരാഘവൻ ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ അത് തരണം. എനിക്ക് ഏറ്റവും ഇപ്പോഴും ഇഷ്ടം ഏകലവ്യല്ല ഈ പറച്ചാണ്ടിയാണ്. ഏകലവ്യനും രൗദ്രം അങ്ങനത്തെ കുറച്ച് പടങ്ങളൊക്കെയാണ്. മാഫിയ അതിലാണ് കറിയാച്ചന, അതിലാണ് തുടക്കം. വിജയരാഘവന്റെ ഒരു ഇത് മാറുന്ന കരിയർ മാറുന്നത് ശരിക്കും ഏകലവ്യയിലോട് കൂടിയാണ്. ഇപ്പോഴും ഡയലോഗും കാര്യങ്ങളും ഒക്കെ ഈ പറഞ്ഞ പോലെ വിജയരാഘവന്റെ ആദ്യമായിട്ട് കിട്ടുന്നു. നാഷണൽ അവാർഡ് ആദ്യമായിട്ടായിരിക്കും. എനിക്ക് തോന്നുന്നു സ്റ്റേറ്റ് അവാർഡും പൂക്കാലത്തിന് കിട്ടിയപ്പോഴാണ് ആദ്യമായിട്ട് കിട്ടണം തോന്നുന്നു. അതിന് മുമ്പ് പക്ഷെ വിജയരാഘവന് പണ്ട് ദേശാടനത്തിന് സ്റ്റേറ്റോ നാഷണലോ ഫൈനൽ റൗണ്ട് വരെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഉണ്ടായിരുന്നു, പക്ഷെ അന്ന് അത് കിട്ടിയിട്ടില്ല. അതെ കിട്ടിയെന്നിക്കറിയില്ല, നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല. പക്ഷെ ഈ പറയുന്ന ഇതില് പൂക്കാലം ഞാൻ കണ്ടാണ്. നല്ലൊരു പുള്ളിയുടെ പെർഫോമൻസ് അടിപൊളിയാണ്. അത് എന്തായാലും വിജയരാഘവൻ കിട്ടുന്നതായിരുന്നു. പക്ഷെ ഈ ഇത്രയും വിവാദങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായി, പലരും പ്രതികരിച്ചു. ഈ പറഞ്ഞത് ഉർവശി ഉൾപ്പെടെ ഇരുന്ന് പല രീതിയിൽ പ്രതികരിച്ചില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടത് വിജയരാഘവന്റെ വിജയരാഘവൻ പറഞ്ഞു അവിടെ ഇരിക്കുന്ന ഒരു ജൂറി എനിക്ക് തന്നു, ഞാൻ ഹാപ്പി. ഞാൻ പറയുന്ന ഒരു പക്വതയുള്ള ഒരാൾ അങ്ങനെയാണ് പെരുമാറുന്നത്. നമ്മളല്ല പറയുന്നത്, നമുക്കിവിടെ കിടന്ന് എന്തും അടി ഉണ്ടാക്കാം. പക്ഷെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ള ഈ പറയുന്ന ഒരു സമൂഹത്തിലെ ഉന്നതിയിൽ നിൽക്കുന്ന ഈ പറയുന്ന സെലിബ്രിറ്റീസ് ഒക്കെ അവാർഡ് കിട്ടിയാൽ എനിക്ക് കിട്ടിയില്ല, അവന് കൊടുത്തു, ഇവന് കൊടുത്തു എന്ന് പറഞ്ഞ് ആരെങ്കിലും ഇളക്കി വിടുന്നതായിരിക്കാം. അത് പറയാതെ വിജയരാഘവൻ ചെയ്ത ഒരു മാന്യത എല്ലാവരും കാണിക്കും എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. നമ്മൾ അയച്ചു കഴിഞ്ഞാൽ അവര് തരുന്നത് സ്വീകരിക്കുക, കിട്ടിയില്ലെങ്കിൽ സ്വീകരിക്കുക. അല്ല ഞാൻ ഇതൊരു പേഴ്സണൽ അഭിപ്രായം പറഞ്ഞാൽ അത് വിജയരാഘവനോട് എനിക്ക് റെസ്പെക്ട് തോന്നിയ ഒരു കാര്യമാണെന്നാണ് പറഞ്ഞത്. ഇപ്പൊ മണി പണ്ട് കരഞ്ഞു, പക്ഷെ അത് നമുക്കറിയാം, അത് കലാഭവൻ മണി അന്ന് അങ്ങനെ ചെയ്തത് നമുക്ക് എല്ലാവർക്കും ഒരു ഫീലായി. മണി തന്നെ പിന്നീട് പറഞ്ഞു അത് ആ സമയത്ത് എന്നെ വിളിച്ച് പലവരും നിനക്കാണെന്ന് ഉറപ്പ് പറഞ്ഞു. ഈ പറഞ്ഞ പോലെ മണി ഒരു പാവമായതുകൊണ്ട് മണിയെ മൂപ്പിച്ച് മണി പറഞ്ഞ പോലെ പടക്കവും ഒക്കെ പൊട്ടിക്കാനുള്ള എല്ലാം വാങ്ങി വെച്ചിട്ട് അവാർഡ് വന്നപ്പോൾ മണിക്കില്ല. അതായത് പുള്ളിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയില്ല, ബോധം കിട്ടുന്നുണ്ട്. പക്ഷെ പുള്ളിക്ക് നാഷണൽ അവാർഡ് സ്പെഷ്യൽ ജൂറി കിട്ടി. അന്ന് മോഹൻലാലിന് വാനപ്രസ്ഥം. പക്ഷെ നാഷണൽ അവാർഡ് കിട്ടി പുള്ളി തമാശയായിട്ട് പറഞ്ഞു അന്ന് പോയ ബോധം. സ്റ്റേറ്റ് അവാർഡ് മോഹൻലാൽ മികച്ച നടൻ, സ്പെഷ്യൽ ജൂറി അവാർഡ് മണിക്ക്. അന്നാണ് മണി ബോധം കിടുന്നതും ഒരു പരാതി പറഞ്ഞത്. പിന്നീട് 2-3 മാസം കഴിഞ്ഞിട്ട് നാഷണൽ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ മോഹൻലാൽ മികച്ച നടൻ, മണി സ്പെഷ്യൽ ജൂറി വീണ്ടും കിട്ടി. അന്ന് മണി പറഞ്ഞ അന്ന് പോയ ബോധം എനിക്ക് ഇന്ന് തിരിച്ചു കിട്ടി. പുള്ളിക്ക് നാഷണൽ അവാർഡ് വരെ പുള്ളി ഇത് കിട്ടി കഴിഞ്ഞപ്പോൾ പുള്ളി ഹാപ്പി ആയി. അതെ. പിന്നെ ഇതില് ഈ പറയുന്ന ജൂറിയിലൊക്കെ വേറെയും കുറെ കാര്യങ്ങളുണ്ട്. അതായത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആദാമിന്റെ മകൻ അബുവിന് മേക്കപ്പിന് അവാർഡ് കിട്ടിയില്ല, മേക്കപ്പ് ആർട്ടിസ്റ്റിന്. അന്ന് ജൂറി വിചാരിച്ചത് ഇത് ഒറിജിനൽ സലീംകുമാറിനെയാണ്. അതായത് പണ്ട് തമാശ രൂപേണ 1-2 സിനിമാക്കാർ പണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ആർട്ടിന് ഏതൊരു സിനിമയ്ക്ക് ആർട്ട് കിട്ടുമെന്ന് വിചാരിച്ചപ്പോൾ അതിന് കിട്ടിയില്ല. ഇതേപോലെ മേക്കപ്പിന് കിട്ടിയില്ല. അവർ പറഞ്ഞത് തമാശ രൂപേണ പറയും അത് കണ്ട മേക്കപ്പ് ആണെന്ന് വിചാരിക്കണം, ആർട്ടാണെന്ന് വിചാരിക്കണം. ഒറിജിനൽ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ജൂറി അത് കണ്ട ഇത് ഒറിജിനൽ അല്ലേ, ജൂറിക്ക് അറിയില്ല സലീംകുമാറിന്റെ മേക്കപ്പ് ആണ്, ഒറിജിനൽ നടനാന്നാ വിചാരിച്ചേ എന്ന് ഒരു ഇത് പറയുന്നതാണ്. സത്യമാണോ എന്ന് അറിയില്ല. അതായത് നമ്മള് ഒരു ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു ലൂപ്പ് ഹോൾ ഇടണം. ഈ കേസ് അന്വേഷണത്തിന് പറഞ്ഞ പോലെ ജൂറിക്ക് ഫീൽ ചെയ്യണം എന്താ ആർട്ട് വർക്കാന്ന് അവർക്ക് മനസ്സിലാവണം. അപ്പൊ ഒറിജിനാലിറ്റി ഒരു പൊടിക്ക് അത് ഒന്ന് അന്വേഷിച്ച് നോക്കാം. ഊർവശി എന്ന നടിയിൽ വിജയരാഘവൻ ചെയ്യുന്നതല്ലേ?
പ്രായം കൊണ്ട് സീനിയർ അല്ല. ശരിയാണ്. വിജയരാഘവൻ ഒരു 80s വന്നു, ഏകദേശം ഒരേ കാലഘട്ടത്തിൽ 80s വിജയരാഘവൻ നമ്മുടെ സംവിധായകൻ ജോഷിയുടെ ക്ലാസ്മേറ്റ് ആണ്. 70+ ഉണ്ട്. ഉർവശിക്ക് 54 56 എന്താണ്. സിനിമയിൽ ഏകദേശം ഒരേ കാലഘട്ടത്തിലാണ് വന്നത്. 80s തുടക്കമാണ്. പക്ഷെ വിജയരാഘവൻ ഒരു 87 ഒക്കെ ആയപ്പോഴാണ് ശരിക്കും ഒരു ഇതിലേക്ക് വന്നത്. അതിന് മുമ്പ് ഉർവശി സ്റ്റാറാണ്. ഇവർക്ക് എന്തായാലും ഒരു ആക്ടിംഗ് ബേസും ആയാലും എന്തായാലും ഇവർക്കൊരു ബോധവും എന്താ പറയാ തിരക്കഥ എഴുതുന്ന ഒരാളാണ് ഉർവശി. അപ്പൊ എനിക്ക് തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉർവശി അത് പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്കൊരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കൊരു കാര്യം പറയണം എന്ന് തോന്നി പറയും. അത് ഉർവശിയുടെ സ്റ്റാൻഡ് പറഞ്ഞു. അതിന് മറ്റുള്ളവർക്ക് ദുഃഖം തോന്നേണ്ട കാര്യമില്ല. അപ്പൊ അതിനിടയ്ക്ക് മലയാളി മറ്റേ ചാനലില്ലേ അയാളെ ചാനൽ കഴിയുക അയാളൊക്കെ ഇരുന്നിട്ട് ഈ പറഞ്ഞ ഒരു കുറ്റം പറയുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നമുക്ക് അതൊരു കാരണം എന്ത് സഹനടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടിങ് എന്ന് പറയുന്ന സഹനടി കാറ്റഗറിയാണ് ഓരോരുത്തർക്ക് കൊടുക്കാൻ പറ്റുന്നത്. ചിലപ്പോൾ ഉണ്ടാക്കിയിട്ട് പണ്ട് തിലകം പറഞ്ഞിട്ടുണ്ട് മികച്ച സഹനടനുള്ള അവാർഡ് ഇനി ഞാൻ സ്വീകരിക്കില്ല. 98 പറഞ്ഞിട്ടുണ്ട്. അന്ന് കിട്ടിയിരുന്നു. എനിക്ക് തോന്നുന്നു കാറ്റത്തെ കിളിക്കൂ പെൺപൂവ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് കിട്ടിയ ശേഷം ഇനി ഞാനത് സ്വീകരിക്കില്ല. കാരണം അങ്ങനെ ഒരു കാറ്റഗറി ഇല്ല. അത് സത്യമാണ്. രണ്ടാമത്തെ നടൻ, മികച്ച നടൻ അങ്ങനെ പറയേണ്ട ഒരു കാറ്റഗറൈസ് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളത് തന്നെയാണ്. ഇതൊക്കെ ആരോ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതൊക്കെ പൊളിച്ചെഴുതേണ്ട സമയമാണ്. അതാണ് ഉർവശി പറയുന്നത്. കാരണം ഈ ഇപ്പൊ പറഞ്ഞില്ലേ, എനിക്ക് ഞാൻ ഡിബേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല, പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ ആടുജീവിതത്തിൽ അഭിനയിച്ചു. ജവാൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഷാറുഖ് ഖാൻ അഭിനയിച്ചു ഇല്ലേ. അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞത് പെരുന്തച്ചൻ അത് കിട്ടിയില്ല. അഗ്നിപഥ് അന്ന് അമിതാഭ് ബച്ചൻ ഭയങ്കര ഫയറായിട്ട് നമ്മൾ ചെയ്യുന്ന പടവും അഗ്നിപഥ്. എന്താണ് അതിന്റെ ഒരു ആ ഒരു എന്താ പറയാ ഒരു അഭിനയത്തിന്റെ ഒരു സാധനം എന്നുള്ള സാധനം എനിക്ക് മനസ്സിലായില്ല. അഗ്നിപഥ് ഭയങ്കര സാധനം തന്നെയാണ്. അന്ന് ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന പോലെ അന്ന് ആളുകൾ കിടന്ന് ബഹളം വെച്ചിരുന്ന കാര്യമാണ് അമിതാഭ് ബച്ചന് കൊടുത്തത് രാജീവ് ഗാന്ധിയുടെ സുഹൃത്തായിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട്. അതാ ഇവിടെ പറയാൻ കാരണം ഇപ്പൊ നിങ്ങൾ അതും ഒരു മാസ് പടമായിരുന്നു, ഇതും ഒരു മാസ് പടമാണ്. ഇനി നിങ്ങൾ അമിതാഭ് ബച്ചന്റെ ഷാറൂഖ് ഖാന്റെ അഭിനയം കമ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് ഇത് ഓഫ് ചെയ്ത് നമുക്ക് ഇരിക്കാം. ഞാൻ ഈ ചാൻ ഇവര് സിനിമകൾ രണ്ടുപേരുടെ അടുത്ത് നമുക്ക് വേണമെങ്കിൽ അനലൈസ് ചെയ്ത് പോവാം. ഞാൻ അമിതാഭ് ബച്ചന്റെ കട്ട ഫാനാണ്, ഞാൻ ഷാറൂഖ് ഖാന്റെയും കട്ട ഫാനാണ്. ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം, ഞാൻ മാസ് ഹീറോസ് എല്ലാവരുടെയും ഫാനാണ്. എന്നാൽ ഞാൻ അപ്പുറത്ത് നാനാ പടേക്കറിന്റെ ഫാനാണ്, ഞാൻ ഇർഫാൻ ഖാന്റെ ഫാനാണ്. തീർച്ചയായിട്ടും ഞാൻ സാറ്റിസ്ഫൈഡ്. എനിക്ക് പോപ്പുലറായിട്ട് പറയണമെന്ന് കുഴപ്പമൊന്നുമില്ല. ആ ഒരു പുഷ്പ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ പുൾ ഓഫ് ചെയ്യാൻ ഈ പറഞ്ഞ അല്ലു അർജുൻ എത്രത്തോളം എഫേർട്ട് ഇട്ടിട്ടുള്ള അല്ലു അർജുന്റെ ഒരു കരിയർ ജേണി, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അതാ ഓരോരുത്തരും ചിന്താഗതിയാണ്. അതാ ഞാൻ പറഞ്ഞ പോലെ ഈ പൃഥ്വിരാജ് ഗംഭീര കരിയർ ജേണി അല്ലാന്ന് ആരെ പറഞ്ഞു? പൃഥ്വിരാജ് ആടുജീവിതം മോശം പെർഫോമൻസ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ പറഞ്ഞത് ഷാറൂഖ് ഖാനെ പറഞ്ഞതിന് മാത്രമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. രണ്ടും നമുക്ക് ഒരിക്കലും അതാണ് പറഞ്ഞത്. നമുക്ക് ഒരിക്കലും ഇത് അതാണ് പറയുന്നത് ഞാൻ. നിങ്ങൾ ഈ പറയുന്ന ആടുജീവിതമാണ് ഗംഭീരം, ഇപ്പുറത്ത് മാസ് ചെയ്യുന്ന ഗംഭീരമല്ല എന്ന് പറയുന്നത് തന്നെയാണ് ഞാൻ. ഒരിക്കലും രണ്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. നിങ്ങളത് പിന്നെ നമുക്കേ നിങ്ങൾ പറയാനുള്ളതൊക്കെ പറഞ്ഞോ. നിങ്ങൾ പറയാനുള്ളത് നിങ്ങൾ പറഞ്ഞു തീർക്കുക. ഞാൻ ഉദ്ദേശിക്കുന്ന പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ പിന്നെ ഡിബേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഞാൻ അത് കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അതാണോ നല്ലത് നമുക്ക് എങ്ങനെയാണ് അതിനെപ്പറ്റി പറയാന്ന് പറയുമ്പോൾ കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്ന് തീർന്നു. പിന്നെ അപ്രൂവ് ഇല്ല കാര്യം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഷാറുഖ് ഖാൻ ആയാലും ശരി. ഒരു ഒറ്റ സെക്കൻഡ്, നിങ്ങൾ ദേവാസുരത്തിലെ പെർഫോമൻസ് ആണോ വാനപ്രസ്ഥത്തിലെ പെർഫോമൻസ് ആണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഞാൻ രണ്ടും എന്ന് പറയും. രണ്ട് ടൈപ്പ് ഓഫ് പെർഫോമൻസുകളാണ്. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഈ പറയുന്ന വേറൊരു തരത്തിലുള്ള പെർഫോമൻസും മാസ് പെർഫോമൻസും മാസിനെ പുച്ഛിച്ച് ഇതാക്കുന്ന ആ ഒരു അല്ല, അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അത് പുൾ ഓഫ് ചെയ്യുക എന്ന് പറയുന്നതും മോശം കാര്യമൊന്നും അല്ല. നിങ്ങളൊരു സ്ക്രീനിൽ വന്നിട്ട് ഒരു സ്വാഗ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഈസി. ഇപ്പൊ രജനീകാന്ത് ഒരു മോശം നടൻ അല്ലെങ്കിൽ കമലഹാസൻ മാത്രം മികച്ച നടൻ ഒന്ന് പറയാൻ പറ്റും. കമലഹാസനും ഒന്നും പറയില്ല, ഇപ്പുറത്ത് രജനീകാന്തും പറയില്ല. ഐ മീൻസ് രജനീകാന്ത് കമലഹാസനെ കുറ്റം പറയില്ല. അപ്പുറത്ത് ഈ പറയുന്ന കമലഹാസൻ തന്നെയാണ് രജനീകാന്തിനെ പണ്ട് സപ്പോർട്ട് ചെയ്തിട്ട് ഇവർ രണ്ടുപേരും ഒരുമിച്ച് അഭിനയിച്ച് രണ്ട് ഇതിലേക്ക് പോയിരുന്ന ഒരു ഇതുണ്ടായിരുന്നത്. അന്ന് രജനീകാന്തിന്റെ ഒരു സ്വാഗ് വേറെ കൊണ്ടുപോയി, കമലഹാസന്റെ രീതിയിൽ കൊണ്ടുപോയി. ഈ പറയുന്ന പോലെ രണ്ടും വേണം. അങ്ങനെ അടുത്ത തവണ അഭിനയത്തിന് അല്ലെങ്കിൽ ഇങ്ങനെ ഇമോഷണൽ സൈഡ് വേറൊരു അവാർഡ്. അതാണ് പ്രശ്നം. നിങ്ങൾ ഇത് അഭിനയമല്ല എന്ന് നിങ്ങൾ അതാണ് നിങ്ങൾ കണക്കൂട്ടുന്ന പ്രശ്നം. പുതുമ എന്ന് പറയുന്ന സാധനം നമ്മൾ ഷാറുഖ് ഖാന്റെ അഭിനയം കണ്ടില്ല. പൃഥ്വിരാജിന്റെ കരിയറിൽ തന്നെ ഒരു ബെസ്റ്റ് ആയിട്ടാണ് നമുക്ക് അത് തോന്നിയത്. അത് പോട്ടെ, ഇപ്പൊ അതിനെ പറ്റി നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റി എന്ത് പറയാനാണ്, നമുക്കൊന്നും പറയാനില്ല.
നമ്മൾ അതിനൊന്നും അല്ല ചെയ്തത്. കാരണം ഷാറുഖ് ഖാൻ കാണിച്ചു സെയിം സാധനം കാണിച്ചു, അത് അവാർഡ് കിട്ടി. പൃഥ്വിരാജ് എല്ലാത്തിനും മാറി വേറെ സാധനം കാണിച്ചു, അത് വർഷങ്ങളുടെ എഫക്ട് ആയിട്ട് ഒരു സാധനം കാണിച്ചു. അതിനെ അതിനെ പുച്ഛിച്ച അതിനെയാണ് ഷാറുഖ് ഖാന്റെ അഭിനയത്തെ പുച്ഛിച്ചല്ല, പാകം കാണിച്ചുകൊണ്ടിരുന്ന സാധനം സെയിം സാധനം തന്നെയായിരുന്നു എന്ന് തോന്നിച്ചു എന്ന് മാത്രമല്ല. കാരണം മുഹബത്തെ തുടങ്ങി അമിതാഭ് ബച്ചന്റെ ഒരു ആക്ടിങ് സ്റ്റൈല് മാറിയിട്ടുണ്ട് ഇല്ലേ? മുഹബത്തെ തുടങ്ങിയായിരുന്നു അമിതാഭ് ബച്ചന്റെ സ്റ്റൈൽ. അല്ല, അമിതാഭ് ബച്ചൻ തിരിച്ചു വന്നത് മുഹബത്തേനിലാണ്. മുഹബത്തേനിലാണ് അമിതാഭ് ബച്ചന്റെ ഒരു ബ്രേക്ക് കഴിഞ്ഞ് ഒരു ഹീറോ ആയിട്ട് പിന്നെ ഒരു ഡൗൺഫോൾ വന്നിട്ട് പിന്നെ തിരിച്ചു വരണത് മുഹബത്തേനിലാണ്. മുഹബത്തേൻ കബി ഖുഷി ബഡേമിയൻ ചോട്ടേമിയനാണ് ആദ്യം ഇറങ്ങിയത്, പിന്നെ മുഹബത്തേൻ, പിന്നെ കബി ഖുഷി കബിയും ഒരു അച്ഛൻ റോളുകളിലൂടെ വന്നത്. ആക്ടിങ് സ്റ്റൈലാണ്. അപ്പൊ നമുക്ക് പണ്ടത്തെ അമിതാഭ് ബച്ചനോട് ഇപ്പോഴത്തെ അമിതാഭ് ബച്ചനോട് നോക്കി കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല. ആ കാലഘട്ടം ഈ കാലമുണ്ട്. പക്ഷെ എപ്പോഴും എനിക്ക് തോന്നുന്ന അപ്ഡേറ്റ് ആയി നിൽക്കുന്ന എനിക്കിപ്പോ നവാസുദ്ദീൻ സിദ്ദിഖി ഉണ്ട്, ഓംപുരി ഉണ്ട് ആയിരുന്നു, അതുപോലെ തന്നെ എനിക്കിപ്പോ നസുദ്ദീൻ ഷാ ഉണ്ടായിരുന്നു, അതുപോലെ മറ്റേ ഇർഫാൻ ഖാൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇവരിലേക്കും അവരൊക്കെ കണ്ടപിടിച്ച് നിൽക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് അമിതാഭ് ബച്ചൻ തോന്നിയത്. കാരണം എത്ര ഏജ് ആണ് മുമ്പ് വന്ന ഒരാളാണ്. ഇവരോടൊക്കെ മുട്ടി നിൽക്കാൻ പറ്റുന്ന ഇപ്പോഴും ആക്ടിങ്ങില് അമിതാഭ് ബച്ചൻ പെട്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊന്നും ഇല്ലെന്ന് നമ്മൾ പറയണില്ല. പക്ഷെ അപ്പൊ നമ്മളൊക്കെ അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്ന ഒരാൾക്ക് ഇത് കണ്ടു കഴിഞ്ഞപ്പോ സത്യം പറഞ്ഞ വിഷമമായി. അത്ര ഞാൻ ഉദ്ദേശിച്ചു. പിന്നെ ഒരു തമാശ രൂപമാണ് ഞാൻ കാര്യം പറയാം. നമ്മള് നല്ല കാര്യങ്ങൾ ചെയ്താൽ എന്തെങ്കിലും നമുക്ക് റിസൾട്ട് വരണ പോലെ ആയിരിക്കും. ഈ പറഞ്ഞ ഷാറുഖ് ഖാൻ പണ്ട് ചെയ്തതിന്റെ റിസൾട്ട് ആയിരിക്കും ഇപ്പൊ കിട്ടുന്നത്. അപ്പൊ നമ്മൾ തമാശ രൂപേണ പറയില്ലോ, നമ്മൾ ഇപ്പൊ വർക്ക് ചെയ്യുന്നതൊക്കെ മോശമല്ല, നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും, ദൈവം എന്തെങ്കിലും തരുന്ന പറഞ്ഞ പോലെ കൊടുത്തായിരിക്കും. ഈ പറഞ്ഞ ഒരാളുടെ മറ്റേ ചിന്ത മാറും. ഏ ചിന്തയാണ്, അതായത് ബിജെപി ഭരിക്കുന്നത് കൊണ്ടല്ല ഷാറുഖ് ഖാൻ കൊടുത്തത് എന്നുള്ള ചിന്ത മാറി. അല്ല, ഒരു സാധനം ചോദിച്ചോട്ടെ. അല്ല, ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതൽ ബിജെപി വെറുപ്പിച്ചിട്ടുള്ള നടനാ ഷാറുഖ് ഖാൻ. ആ 10 കേസ് അറിയാലോ, 2023. അതുകൊണ്ട് ഷാറുഖ് ഖാന്റെ കാര്യത്തിൽ മാത്രം, മറ്റേ നിങ്ങൾ കേരള സ്റ്റോറിയിൽ പൊളിറ്റിക്സ് ഉണ്ടെന്നോ നിങ്ങൾ എന്ത് വേണമെങ്കിൽ പറഞ്ഞോന്ന് എനിക്കറിയില്ല. ഞാൻ ആ പടം കണ്ടിട്ടില്ല, അതിന്റെ പൊളിറ്റിക്സ് സൈഡിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാനിവിടെ നമ്മൾ ഷാറുഖ് ഖാനെയും ഈ പറഞ്ഞ വിജയനെയും അല്ലുവിനെയും അതേ സമയത്ത് നമ്മുടെ ലാലേട്ടനെയും ഫഹദ് ഫാസിലും മമ്മൂക്കനെ എല്ലാവരും ആരാധിക്കുന്ന ഒരു സിനിമയെ സ്നേഹിക്കുന്ന, എല്ലാതരം സിനിമ സ്നേഹിക്കുന്ന, ബുദ്ധിജീവി അല്ലാത്ത ഒരു സാധാരണ പ്രേക്ഷകനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അത്രേ ഉള്ളൂ. എനിക്ക് പല പ്രാവശ്യവും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് അത് ഈ പറയുന്ന 10 കേസ് പറഞ്ഞപ്പോഴാണ്. അതായത് 10 കേസ് അന്ന് ആ മോനെ അറസ്റ്റ് ചെയ്തിട്ട് എന്തെല്ലാം പ്രശ്നങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. വിനായകനില്ലേ ഒരു സിനിമ ഇറങ്ങാറായി ചോദിച്ചു, അപ്പത്തിന്റെ വിനായകൻ ഒരു ചെറിയ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, പറഞ്ഞിട്ടുണ്ടോ, വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, എന്തെങ്കിലും വിഷയം ഉണ്ടായില്ല. അതിനർത്ഥം വെച്ചാൽ അടുത്ത ഒരു സിനിമ ഇറങ്ങാൻ പോവുകയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. അതുപോലെ ഈ പറയുന്ന 10 സമയത്ത് മറ്റേ ഇത് വിഷയങ്ങളുണ്ടായി. ഷാറുഖ് ഖാന്റെ മകന് അതിന് മുമ്പായിട്ട് വേറെ സംഭവം എന്ന് വെച്ചാൽ ഒരു ബിക്കിനിയാണ്. അതൊക്കെ തെമ്മാടിത്തരമാണ്, അതിനൊക്കെ എടുത്തിട്ട് ചെയ്യുമ്പോൾ ഈ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് ചിലപ്പോൾ അവരുടെ ഈ സാധനത്തെ എങ്ങനെ ബൂസ്റ്റ് ചെയ്യാം. പക്ഷെ ഞാനെപ്പോഴും പറഞ്ഞ ഈ വിവാദങ്ങൾ ഉണ്ടാക്കുന്നതാണോ അത് ഉണ്ടാവുന്നത് സിനിമയ്ക്ക് ഗുണം ചെയ്തിട്ടുണ്ടോ ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പൊ JSK എന്തൊക്കെ പറഞ്ഞാലും JSKനെ കുറിച്ച് 4 ആൾ അറിഞ്ഞത് ആ പടത്തിന് യൂസ്ഫുൾ വന്നത് വിവാദം ഉണ്ടായതോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ അത്രേ ഉള്ളൂ. പക്ഷെ സിനിമ കാണാത്ത ആൾക്കാർ വരെ JSK എന്ന് ഇറങ്ങണമെന്ന് നമ്മുടെ അടുത്ത് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആ സിനിമയുടെ ഈ വിവാദം ഉണ്ടാവുന്ന ഒരാഴ്ച മുമ്പ് വരെ JSKയോ ഏത് JSK എന്ന് ചോദിച്ചിരുന്ന അതേ ആളുകൾ JSK എപ്പോൾ ഇറങ്ങുമെന്ന് ചോദിച്ചു തുടങ്ങി. അതോടെ ഗുണം ഉണ്ടായിട്ടുള്ളൂ. ഞാൻ ഒരു ചോദിക്കണം, ഈ എമ്പുരാൻ ഫസ്റ്റ് കണ്ടു കഴിഞ്ഞപ്പോ അതിൽ അങ്ങനത്തെ സംഭവം കാണിച്ച് എനിക്ക് തോന്നിയ ഫസ്റ്റ് കണ്ടപ്പോൾ തോന്നിയ എനിക്ക് ഇങ്ങനത്തെ ഒരു വിഷയം എനിക്ക് തോന്നിയ എനിക്ക് തോന്നിയ തീർച്ചയായിട്ടും തോന്നി. എനിക്ക് ഞാൻ കണ്ടു വീട്ടിൽ പോയി എനിക്കും തോന്നിയില്ല. എനിക്ക് തോന്നിയിരുന്നു. പക്ഷെ ആ ഈ പറയുന്ന പ്രശ്നം ഉണ്ടാക്കാൻ തോന്നി എന്ന് പറഞ്ഞാൽ ആ ഇൻസിഡന്റ് മൈൻഡിലോട്ട് വന്നു. കറക്റ്റ് ആണ് എന്ന് വെച്ച് അത് പൊളിറ്റിക്സ് കുത്തിക്കയറ്റാൻ വേണ്ടി ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല. അതൊന്നും ഞാൻ പറയുന്നില്ല. ആ ഇൻസിഡന്റ് വന്നു, കറക്റ്റ് ആണ്, മൈൻഡിലോട്ട് വന്നു, ഇല്ല എന്ന് പറയുന്നില്ല. അല്ല, അതിന്റെ പൊളിറ്റിക്സ് മറ്റേ തരത്തിൽ ചിന്തിച്ചൊന്നല്ല പറഞ്ഞ, ഇൻസിഡന്റ് മനസ്സിൽ വന്നു. പിന്നെ പറയുമ്പോഴാണ് ഇങ്ങനെയുള്ള മുന്നവരുണ്ട് അല്ലെങ്കിൽ പക്ഷെ ഈ പറഞ്ഞ എമ്പുരാന് വിവാദം ഗുണം ചെയ്തിട്ടുള്ളൂ. ഞാനതാ പറഞ്ഞ, വിവാദം ഗുണമേ ചെയ്തിട്ടുള്ളൂ എല്ലാ സിനിമയ്ക്കും. ഇവിടെ വിവാദം കൊണ്ട് ഏതെങ്കിലും ഒരു സിനിമ പരാജയപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ വിവാദങ്ങളുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ വിവാദം കൊണ്ട് ഒരു സിനിമയ്ക്ക് ഗുണമേ ഉണ്ടായിട്ടുള്ളൂ. പോയിട്ട് ഇനിയിപ്പോ തന്നെ സ്റ്റേറ്റ് അവാർഡ് വരും, അത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി സ്റ്റേറ്റ് അവാർഡിന്റെ ഒരു ഇത് വെച്ചോക്കാണെങ്കിൽ പൃഥ്വിരാജിന്റെ കഴിഞ്ഞു മോനെ. പൃഥ്വിരാജ് ഉറപ്പായിട്ട് കിട്ടും. പൃഥ്വിരാജ് ഇല്ല, ഈ നാഷണൽ അവാർഡ് കുറച്ച് വൈകിയാണ് പ്രഖ്യാപിക്കുന്നത്. ആടുജീവിതം ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. ഇപ്രാവശ്യം ബ്രഹ്മയുഗത്തിന് മമ്മൂക്കുണ്ട്, ആസിഫ് അലി 3 സിനിമകൾക്കുണ്ട്, ടോവിനോ ARM ഉണ്ട്, പിന്നെ എനിക്ക് തോന്നുന്നു ഒരു നടനുണ്ട്
മലക്കോട്ട വാലിബനും ലാലേട്ടനും ഉണ്ട്. ഇങ്ങനെ നാല് പേരാണ് ഉള്ളത്. അപ്പൊ ഈ തവണ മമ്മൂട്ടി ഷുവർലി ഉറപ്പിക്കാം. അറിയില്ല, പക്ഷെ എനിക്ക് തോന്നുന്നു, എനിക്ക് ബസ്സിൽ തോന്നുന്നു ആസിഫ് അലി 3 സിനിമകളിൽ ആസിഫ് അലി ഉണ്ട്. അത് കിഷ്കിന്ധകാണ്ഡം ഉണ്ട്, മറ്റേ സുരാജിന്റെ കൂടെ ഒരു പടം ഉണ്ടല്ലോ, ആ സിനിമയുണ്ട്, ലെവൽ ക്രോസ് ഉണ്ട്. 3 തരത്തിലുള്ള പെർഫോമൻസ് ആണ്. കട്ടക്ക് ടൊവിനോയും ഉണ്ട്, ഇതിന് അപ്പുറം മമ്മൂക്കയാണ്. പ്രേമയുഗം ത്തിനോട് വെല്ലാൻ ഒന്നുമില്ലാന്ന് ഞാൻ പറയും. കാരണം പ്രേമയുഗം മമ്മൂക്കയെ പോലെ ചെയ്യാൻ ഇന്ത്യൻ സിനിമയിൽ ആരില്ല ആ റോള് ചെയ്യാനായിട്ട്. അതേപോലെ ചെയ്തു. അപ്പൊ അതുകൊണ്ട് നമുക്ക് അറിയില്ല എന്താണ് സംഭവിക്കാൻ പോണെന്നുള്ളത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ മാസം ഉണ്ടാവും പ്രഖ്യാപിക്കും. വാലിബൻ വാലിബിന്റെ പടമുണ്ട്, പക്ഷെ വാലിബൻ പടത്തിന്റെ ക്യാരക്ടേഴ്സ് എനിക്ക് കൊറിയോഗ്രാഫി ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിലെന്താ സംഭവം സ്ലോ ആണ്. സ്ലോ ആണ്. എന്താ പ്രശ്നം? ക്ലിന്റ് ഈസ്റ്റ്വുഡിന്റെ മൂവി കാണാൻ 1-2 പണ്ട് കണ്ടിട്ടുണ്ട്. ഗുഡ് ആൻഡ് ബാഡ് കണ്ടിട്ടുണ്ട്. ഇതേപോലെ തന്നെയാണ് ആ സിനിമയ്ക്ക് പറ്റിയത്. ഈ പറഞ്ഞ പോലെ അതൊരു മാസ് പടമാണെന്ന് പറഞ്ഞിട്ട്, അതായത് ലാലേട്ടൻ ഒരു മാസ് പടമാണെന്ന് പ്രതീക്ഷിച്ചു. ഞാൻ GBU മറ്റേ അജിത്തിന്റെ ഗുഡ് ബാഡ് പഴയ ഗുഡ് ബാഡ് അല്ല. ഈ വാലിബന് പറ്റിയത് അതൊരു ഭയങ്കര മാസ് പടമാണ്. അത് ലിജോ പല്ലിശ്ശേരി പടമാണെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഇത് മാർക്കറ്റിങ്ങിന് പറ്റിയ പാളിച്ചനാണ്. ഫസ്റ്റ് ഡേ അതാണ് ആ സിനിമയ്ക്ക്. ആ സിനിമ ഒരു മോശം സിനിമയൊന്നും അല്ല, ഗംഭീരമായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ പ്രശ്നം ഇതാണ്, അത് ലാലേട്ടന്റെ 6 തമ്പുരാനൊക്കെ ഇത് മറ്റേ ഒടിയനിൽ സംഭവിച്ച പാളിച്ചാണ് ഇതിൽ മാർക്കറ്റിംഗിൽ സംഭവിച്ചത്. ഫൈറ്റ് പോറായിരുന്നു. അത് ലിജോ പല്ലിശ്ശേരി പടമാണെന്ന് വിചാരിച്ചാൽ അത് ഓക്കെയാണ്. നമ്മൾ നൻപകൽ കാണാൻ വന്നപ്പോൾ ആരും വലിയേട്ടനല്ല കാണാൻ വന്നത്, അവര് മാർക്കറ്റ് ചെയ്തതും അങ്ങനെ തന്നെയായിരുന്നു. അത് മമ്മൂക്കയുടെ ആ മമ്മൂട്ടി കമ്പനിയുടെ ബ്രില്യൻസ് ആയിരിക്കാം. ഓരോ സിനിമ ടർബോ മാർക്കറ്റ് ചെയ്യണ പോലെ അല്ല നൻപകൽ മാർക്കറ്റ് ചെയ്തത്. പക്ഷെ ഇത് മാർക്കറ്റ് ചെയ്തതിന്റെ പാളിച്ച് പറ്റിപ്പോയി. കിങ് ഓഫ് കൊത്തയ്ക്ക് പറ്റിയ പോലെ ഈ മാർക്കറ്റിംഗ് നമ്മൾ ഈ ഹൈപ്പ് ആവശ്യമില്ലാതെ കയറ്റി പിടിച്ചിട്ട് വേറെ ഹൈപ്പാണ്. പക്ഷെ അത് ലിജോ പല്ലിശ്ശേരി പടമായിട്ട് കാണാൻ ഹൈപ്പ് മാർക്കറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് നിങ്ങൾ കൺക്ലൂഡ് ചെയ്യും. സ്റ്റേറ്റ് അവാർഡ് ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഞങ്ങളപ്പോൾ ഒന്നുകൂടി ഇരിക്കും. ഇപ്പൊ എന്തായാലും കാണാം. ഓക്കെ, താങ്ക് യു.